ഏതാണ്ട് 18 വർഷക്കാലം കൊച്ചുണ്ണി പോലീസുകാരെ ഭയന്ന് ഒളിവിൽ കഴിഞ്ഞു. ഒളിവിലായിരുന്നപ്പോഴും അവരുടെ ഉപജീവന മാർഗം പിടിച്ചുപറിയും മോഷണവും തന്നെയായിരുന്നു. മാവേലിക്കര, കായംകുളം, കാർത്തികപ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുമ്പോഴും ഇടയ്ക്കിടെ കൊച്ചുണ്ണി കീരിക്കാട്ടെത്തുകയും ഭാര്യയോടൊപ്പം രാത്രി കഴിച്ചുകൂട്ടുകയും പതിവായിരുന്നു. പോലീസുകാർ വലവീശി പലപ്പോഴും കാത്തിരുന്നിട്ടുണ്ടെങ്കിലും അവരുടെ കണ്ണു വെട്ടിച്ച് കൊച്ചുണ്ണി ഭാര്യയെ സന്ദർശിച്ചിരുന്നു. അങ്ങനെ കൊച്ചുണ്ണിക്ക് 3 സന്താനങ്ങളുണ്ടായി. കൊല്ലവർഷം 1033 തിരുവനന്തപുരത്ത് ഉന്നതങ്ങളിൽ ചില സ്ഥാനമാറ്റങ്ങളുണ്ടായി. പഴയ ദിവാഞ്ചി മാറി പുതിയ ദിവാഞ്ചി സ്ഥാനമേറ്റു. സർ മാധവരായരാണ് പുതുതായി സ്ഥാനമേറ്റ ദിവാഞ്ചി. രാജ്യക്ഷേമത്തിനായി പലവിധ പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിൽ വരുത്തി. രാജ്യത്ത് അക്രമവും ജനദ്രോഹവും പൂർണ്ണമായി നിർത്തലാക്കണമെന്നായിരുന്നു ദിവാഞ്ചിയുടെ തീരുമാനം. കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ചും അയാളുടെ അക്രമങ്ങളെക്കുറിച്ചും കേട്ടറിഞ്ഞ ദിവാഞ്ചി അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ദൃഢനിശ്ചയം എടുത്തു. അദ്ദേഹം കാർത്തികപ്പള്ളി തഹസീൽദാർക്ക് ഇപ്രകാരം ഒരു സന്ദേശം അയച്ചു: ജനങ്ങളെ ദ്രോഹിക്കുന്ന കായംകുളം കൊച്ചുണ്ണിയെ ഉടനെ ബന്ധനത്തിലാക്കി കാരാഗൃഹത്തിലടയ്ക്കണം. അതിനുത്തരവാദപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും അതിൻ്റെ പുരോഗതി അറിയിക്കുകയും വേണം. അന്ന് കാർത്തികപ്പള്ളിയിലെ തഹസീൽദാർ കുഞ്ഞുപണിക്കർ എന്ന ആളായിരുന്നു. ചങ്ങനാശ്ശേരിക്കടുത്തുള്ള വാഴപ്പള്ളി സ്വദേശിയായിരുന്നു അദ്ദേഹം. പ്രവർത്തന പരിചയവും നല്ല ബുദ്ധിമുള്ളവനുമായിരുന്നതിനാൽ കുഞ്ഞുപണിക്കരെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. എന്ത് കാര്യം നടത്തുവാനും സാമർഥ്യവും കാര്യശേഷിയുമുള്ള ആ ഉദ്യോഗസ്ഥൻ പോലീസുകാരെയും ആയുധ അധികാരികളെയും ശിബായിക്കളെയും കൊച്ചുണ്ണിയെ ബന്ധനസ്ഥനാക്കുവാൻ നിയോഗിച്ചു. അവർ കൂട്ടത്തോടെ കീരിക്കാട്ടും കായംകുളത്തുമെല്ലാം സഞ്ചരിച്ച് കൊച്ചുണ്ണിയെ കണ്ടെത്തുവാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇടയ്ക്കിടെ കൊച്ചുണ്ണി കീരിക്കാട്ടുള്ള ഭാര്യാഗൃഹത്തിൽ എത്താറുണ്ടെന്ന വാർത്തയറിഞ്ഞ അയാളെ പിടിക്കുവാനായി വലിയ സജ്ജീകരണങ്ങളോടെയാണ് പോലീസുകാർ കാത്തിരുന്നത്. അവരുടെ സാന്നിധ്യം മണത്തറിഞ്ഞ കൊച്ചുണ്ണി അവിടെ നിന്ന് മാറിക്കളഞ്ഞു. കൊച്ചുണ്ണിയെ ബന്ധിക്കുവാൻ തിരുവനന്തപുരത്ത് നിന്ന് തുടരെ കൽപ്പന തൊടുത്തുവാൻ തുടങ്ങി. അങ്ങനെ തഹസിൽദാർക്ക് ഇരിപ്പുറയ്ക്കാതെയായി. അദ്ദേഹം മുൻകൈയെടുത്ത് കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചു. ആയുധധാരികളായ പോലീസുകാരും കുന്തക്കാരായ ശിപ്പായികളും കൊച്ചുണ്ണിയെ കണ്ടുപിടിക്കുവാൻ ആവത് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മേലാവിൽ നിന്നും വീണ്ടും ഉത്തരവുകൾ വന്നുകൊണ്ടേയിരുന്നു. തഹസീൽദാരായ കുഞ്ഞുപണിക്കർ നേരിട്ട് ചില അന്വേഷണങ്ങൾ നടത്തി. കൊച്ചുണ്ണിയുടെ ഭാര്യയെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിൽ കൊച്ചുണ്ണി പോലീസിനെ ഭയന്ന് അതുവഴി വരാതായി എന്ന് മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിൻ്റെ അന്വേഷണം കൊച്ചുണ്ണിയുടെ കൂട്ടുകാരിലേക്ക് നീണ്ടു. കൂട്ടുകാരുടെ സഹായമില്ലാതെ കൊച്ചുണ്ണിയെ കൊടുക്കുവാനാവില്ലെന്ന് ബുദ്ധിമാനായ കുഞ്ഞിപ്പണിക്കർക്ക് മനസ്സിലായി. കൊച്ചുണ്ണിയുടെ സംഘത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കോപ്പാറപ്പറമ്പിൽ മമ്മദിനെ കുറിച്ച് തഹസീൽദാർക്ക് ചില വിവരങ്ങൾ ലഭിച്ചു. അവന് കൊച്ചുണ്ണിയോട് വിദ്വേഷമുണ്ടെന്നും അവനെ സ്വാധീനിച്ച് മറ്റു കൂട്ടുകാരെ കൂടി വശത്താക്കാമെന്നും തന്ത്രശാലിയായ തഹസീൽദാർക്ക് ബോധ്യമായി. അദ്ദേഹം ചില സഹായികളെ അയച്ച് രഹസ്യമായി മമ്മദിനെ അടുക്കൽ വരുത്തി. താൻ നടത്തിയിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ ശിക്ഷിക്കപ്പെടുന്നു മനസ്സിലാക്കിയ മമ്മദിനെ അനുയായപൂർവ്വം തഹസീൽദാർ വശത്താക്കി. അവനെ കുറ്റവിമുക്തവനാക്കുമെന്നും കൊച്ചുണ്ണിയുടെ മറ്റു കൂട്ടുകാരെയും കൂടി തൻ്റെ അടുക്കലേക്ക് എത്തിക്കണമെന്നും അവർക്കും ശിക്ഷയളവ് നൽകാമെന്നും തഹസീൽദാർ ഉറപ്പ് നൽകി. സന്തുഷ്ടനായ മമ്മദ് കൊച്ചുണ്ണിയോടുള്ള വിരോധം മൂലം തഹസീൽദാരെ സഹായിക്കുവാൻ സന്നദ്ധനായി. മമ്മദ് രഹസ്യമായി കൊച്ചുണ്ണിയുടെ സഹചാരികളായ വാര്യ വീട്ടുവടക്കേടത്ത് കൊച്ചുപിള്ള, കോട്ടപ്പുറത്ത് ബാപ്പുകുഞ്ഞ്, വലിയ കുളങ്ങര കുഞ്ഞുമരക്കാര് എന്നിവരെ സന്ധിച്ചു. ജീവിക്കാൻ വേണ്ടി നമ്മളെല്ലാം മോഷണവും പിടിച്ചുപറിയും കൊലപാതകവും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൊച്ചുണ്ണിയെയാണ് സർക്കാർ കടുത്ത കുറ്റവാളിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അയാളെ പിടിക്കുവാൻ പോലീസും പട്ടാളവും എല്ലാം രംഗത്തിറങ്ങുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അയാൾ പിഴയിലായി കഴിഞ്ഞാൽ തഹസീൽദാറുടെ അടുത്ത ലക്ഷ്യം നമ്മളായിരിക്കും. പിടിക്കപ്പെട്ടാൽ നമ്മളെല്ലാം ആയുഷ്കാലം കാരാഗൃഹത്തിൽ കഴിയേണ്ടി വരും. മമ്മദിന്റെ വിവരണം കേട്ടപ്പോൾ കൂട്ടുകാർക്കെല്ലാം അമ്പരപ്പായി. വടക്കേടത്ത് കൊച്ചുപിള്ള ചോദിച്ചു: പണ്ടത്തെ വീര്യമൊന്നും ഇപ്പോഴില്ല. ചെയ്തു പോയ അക്രമങ്ങൾക്കൊക്കെ കൈയും കണക്കുമില്ല. രക്ഷപ്പെടാൻ എന്താണ് മാർഗം മമ്മദേ? രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. കൊച്ചുണ്ണിയെ കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇനി ഉണ്ടാകില്ല. അയാളെ കൈവിട്ടാൽ നിങ്ങളെയെല്ലാം രക്ഷപ്പെടുത്തുവാൻ എനിക്ക് കഴിയും, മമ്മദ് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. നിനക്കതെങ്ങനെ സാധിക്കും? കോട്ടപ്പുറത്ത് ബാപ്പുകുഞ്ഞ് ആകാംക്ഷയോടെ ചോദിച്ചു. സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നിങ്ങളെയെങ്കിലും ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുന്നത്. കൊച്ചുണ്ണി എത്ര കൊലപാതകങ്ങളാണ് ചെയ്തു കൂട്ടിയത്. അയാൾ പിടിക്കപ്പെടട്ടെ, അതിനുള്ള ശിക്ഷയും അനുഭവിക്കട്ടെ. നമുക്ക് കേസും വഴക്കുമില്ലാതെ സ്വതന്ത്രരായി ജീവിക്കാം. തഹസീൽദാർ നമ്മളോടൊപ്പം നിൽക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്.
മമ്മദ് അവർക്ക് ധൈര്യം പകർന്നു. നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് തഹസീൽദാർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? കൊച്ചുപിള്ള ചോദിച്ചു. നമ്മളെ കുറ്റവിമുക്തരാക്കുവാൻ അദ്ദേഹം ഒരേ ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്. കൊച്ചുണ്ണിയെ പിടികൂടാൻ പോലീസുകാരെ സഹായിക്കണം. മമ്മദ് പറഞ്ഞു. മുമ്പൊരിക്കൽ കല്യാണി കൊച്ചുണ്ണിയെ ചതിച്ച ഓർമ്മയുണ്ടോ? അതിനുള്ള ശിക്ഷ കൊച്ചുണ്ണി അവൾക്ക് നൽകിയത് അറിയാമല്ലോ, കുഞ്ഞു മരക്കാരെ ഓർമ്മിപ്പിച്ചു. അത് കല്യാണി ആയതുകൊണ്ട് നമുക്കത് നടക്കുമോ? നമ്മൾ ഒന്നിച്ചു നിന്നാൽ ആർക്കും ഒരു ചുക്കം ചെയ്യുവാനാവില്ല. അത് സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയാണേലും. ഇനി പിടിക്കപ്പെട്ടാൽ കൊച്ചുണ്ണി പുറലോകം കാണില്ല. പിടിച്ചാലുടൻ തിരുവനന്തപുരത്തേക്കാണ് എത്തിക്കുന്നത്. കൊച്ചുപിള്ള വിചാരിച്ചാൽ കൊച്ചുണ്ണിയെ കൊടുക്കുവാൻ എളുപ്പത്തിൽ സാധിക്കും. കൊച്ചുണ്ണിക്ക് നിങ്ങളിൽ അത്ര വിശ്വാസമുള്ളതിനാൽ കാര്യം നിസ്സാരമായി നടക്കും. മമ്മദിന്റെ ഉപദേശം ഫലിച്ചു. അയാൾ നിർദ്ദേശപ്രകാരം കൊച്ചുണ്ണിയെ തന്റെ ഭാര്യാഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് കൊച്ചുപിള്ള സമ്മതിച്ചു. ആർക്കും സംശയം തോന്നാത്ത തരത്തിൽ കൊച്ചുണ്ണിയെ ബന്ധിച്ചു കൊണ്ടുപോകാനുള്ള സന്നാഹങ്ങൾ തഹസിൽദാരെ കൊണ്ട് മമ്മദ് ചെയ്യിപ്പിക്കണം, കൊച്ചുപിള്ള പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. കൊച്ചുപിള്ള കൊച്ചുണ്ണിയെ ഭാര്യഗൃഹത്തിലേക്ക് ക്ഷണിച്ചത് ഭാര്യയുടെ പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കാമെന്ന വ്യാജേനയാണ്. കൊച്ചുണ്ണി അതിന് സമ്മതിക്കുകയും ചെയ്തു. ആ വിവരം അയാളും മമ്മദിനെയും അറിയിച്ചു. മമ്മദ് തഹസിൽദാർക്ക് വിവരം കൈമാറി. നിശ്ചിത ദിവസം സന്ധ്യയ്ക്ക് കൊച്ചുണ്ണി കൊച്ചുപിള്ളയുടെ ഭാര്യാഗൃഹത്തിലെത്തി. മറ്റു കൂട്ടുകാരും പിന്നാലെ വന്നു ചേർന്നു. മമ്മദ് കൈമറന്നിരുന്ന ചില ലഹരി പദാർത്ഥങ്ങൾ ചേർത്ത ഭക്ഷണ സാധന പാനീയങ്ങളാണ് അയാൾ കൊച്ചുണ്ണിയേക്ക് നൽകിയത്. സ്വന്തം കൂട്ടുകാരുടെ ചതിപ്രയോഗത്തെക്കുറിച്ച് അറിയാത്ത കൊച്ചുണ്ണി അതൊക്കെ ഭക്ഷിക്കുകയും ചെയ്തു. അതോടെ അയാൾക്ക് തലയപ്പ് പെരുപ്പനുഭവപ്പെട്ടു. ക്രമേണ മയക്കം ബാധിച്ച് തലവെക്കുവാനാവാതെ കൊച്ചുണ്ണി തളർന്ന് കട്ടിലിൽ വീണു. തഹസിൽദാറുടെ നിർദ്ദേശപ്രകാരം പോലീസുകാർക്ക് ആ വീട്ടിൽ വലയം ചെയ്തു കഴിഞ്ഞിരുന്നു. കൊച്ചുണ്ണി മയങ്ങിയെന്ന് ബോധ്യമായപ്പോൾ അവർ ഓടിയെത്തി. ബാപ്പുക്കുഞ്ഞ്, കടുവാച്ചേരി വാവ, മമ്മദ്, കുഞ്ഞുമരക്കാര്, കൊച്ചുപിള്ള എന്നിവർ കൊച്ചുണ്ണിയുടെ ചുറ്റുമുണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് വലിയ കയർ കൊണ്ട് കൊച്ചുണ്ണിയെ കെട്ടിയെടുത്ത് കെട്ടിമുറുക്കുവാൻ തുടങ്ങി. മയക്കത്തിനിടയിലും എന്തോ പന്തികേട് തോന്നിയ കൊച്ചുണ്ണി മെല്ലെ കണ്ണു തുറന്നു നോക്കി. ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കൊച്ചുണ്ണി കൂട്ടുകാരെ മാറി മാറി നോക്കി. അവരും തന്നെ ബന്ധിക്കുവാൻ പോലീസുകാരെ സഹായിക്കുന്നത് കണ്ട് കൊച്ചുണ്ണി ഗദ്ഗതത്തോട് ചോദിച്ചു. കൊച്ചുപിള്ളേ, നീയാണോ എന്നെ ചതിച്ചത്? ഇതിനാണോ സത്യക്കൊരുക്കി നീ എന്നെ ക്ഷണിച്ചത്? മഹാദ്രോഹികളെ, ഞാൻ ഈ ചതി പൊറുക്കില്ല. ശക്തിയാകെ ചോർന്നു പോയിരുന്നുവെങ്കിലും കയർത്തുകൊണ്ട് ബന്ധിക്കപ്പെടുത്തിയിരുന്നില്ല കൊച്ചുണ്ണി കടാരയ്ക്കൊപ്പം കൈകൾ കുരുത്തി കൊടുവാളെടുത്ത് തലങ്ങും വിലങ്ങും വീശി. ആർക്കൊക്കെയോ കയ്യിലും കാലിലും മുറിവേറ്റു, ചോര ചീന്തി. ചിലർ നിലവിളിച്ചു. എങ്കിലും അവർ കൊച്ചുണ്ണിയുടെ കൈകാലുകൾ കുട്ടിച്ചേർത്ത് വരിഞ്ഞു കെട്ടി ചലനരഹിതമാക്കി. കൊച്ചുപിള്ള വെട്ടുകത്തി തട്ടുമാറ്റുകയും ചെയ്തു. വിശ്വാസവഞ്ചകന്മാരെ, എന്നെ ചതിച്ച നിങ്ങളുടെയും ഗതി ഇതുതന്നെയാവത്തിരും. ഇത്രയും കാലം എന്നോടൊപ്പം നിന്ന് വേണ്ടതെല്ലാം സ്വന്തമാക്കിയിട്ട് ഈ ചതി ചെയ്തല്ലോ. കൊച്ചുണ്ണിയുടെ വാക്കുകളിൽ തീവ്ര ദുഃഖം നിഴലിച്ചിരുന്നു. കൊച്ചുണ്ണിക്ക് അനങ്ങാൻ പോലും ആവാത്ത വിധം ബന്ധിച്ചു കഴിഞ്ഞയുടൻ പോലീസുകാരും അവരുടെ സഹായികളും ചേർന്ന് കൊച്ചുണ്ണിയെ കട്ടിലോടുകൂടി എടുത്ത് കാർത്തികപ്പള്ളിയിലെ റാണ്ടാവിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി അതേപടി കൊച്ചുണ്ണിക്ക് ഢാണാവിൽ കിടക്കേണ്ടി വന്നു. കൊല്ലവർഷം 1033 മിഥുന മാസത്തിലാണ് കൊച്ചുണ്ണി ബന്ധനസ്ഥനായത്. അടുത്ത ദിവസം രാവിലെ തഹസീൽദാർ കുഞ്ഞുപണിക്കാർ ഢാണാവിലെത്തി കുറേ പോലീസുകാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. അവരോട് കുഞ്ഞുപണിക്കാർ ഇപ്രകാരം കൽപ്പിച്ചു. ആദ്യം കൊച്ചുണ്ണിയുടെ കൈകളുടെ ബന്ധനം നീക്കുക, എന്നിട്ട് കൈകൾ കൂട്ടിച്ചേർത്ത് വിലങ്ങി വെക്കണം. അതിനുശേഷം കാലുകളിലെ കെട്ടഴിച്ചാൽ മതി. പോലീസുകാർ അപ്രകാരം ചെയ്തു. കൈകളിലെ വിലങ്ങ് വീണതോടെ കൊച്ചുണ്ണിക്ക് രക്ഷപ്പെടുവാനുള്ള വഴിയടങ്ങി. ഓടിപ്പോകാതിരിക്കുവാൻ കാലുകൾ തമ്മിലും തുടകൾ തമ്മിലും ബന്ധിച്ചു. ഇവനെ ശക്തമായ പോലീസ് കാവലിലൂടെ ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി ദിവാൻജിയുടെ മുമ്പിൽ ഹാജരാക്കണം. ഢാണാപാറാവും വേണം. ഇനി ഒരിക്കലും അവൻ രക്ഷപ്പെടുവാൻ മാർഗമുണ്ടാകരുത്. തഹസീൽദാറുടെ കൽപ്പന പ്രകാരം വാളൂരിപ്പിടിച്ച അനേകം പോലീസുകാരെയും കുന്തമേന്തിയ പട്ടാളക്കാരുടെയും കാവലോടെ കൊച്ചുണ്ണിയെ തിരുവനന്തപുരത്തിലേക്ക് കൊണ്ടുപോയി. കൊച്ചുണ്ണി ആകെ തളർന്നുപോയി. തൻ്റെ ആശ്രിതന്മാർ തന്നെ നന്ദിയോട് കാണിച്ചതോർത്തായിരുന്നു അയാൾക്ക് വിഷമം. തൻ്റെ ജീവിതം ഇതോടെ അവസാനിക്കാറായി എന്ന തോന്നൽ മൂലം ശക്തി ക്ഷയിച്ചതിനാൽ ബന്ധനത്തിൽ നിന്ന് മോചിതനാകണമെന്ന് കൊച്ചുണ്ണിക്ക് മോഹമുണ്ടായില്ല. അതിനായി ശ്രമിച്ചതുമില്ല. തിരുവനന്തപുരത്ത് എത്തിയുടൻ വിവരം ദിവാഞ്ചിയെ അറിയിച്ചു. കൊച്ചുണ്ണിയെ കച്ചേരിയിൽ ഹാജരാക്കണമെന്നായിരുന്നു ദിവാഞ്ചിയുടെ കൽപ്പന. അതനുസരിച്ച് പോലീസുകാർ കൊച്ചുണ്ണിയെ കൈവിലങ്ങിലൂടെ തന്നെ കച്ചേരി ദിവാഞ്ചിയുടെ സമക്ഷത്തിലെത്തിച്ചു. ദിവാഞ്ചി സാഹൂതം കൊച്ചുണ്ണിയെ അടിമുടി വീക്ഷിച്ചു. അപ്പോഴും കരുത്തനായ പോരാളിയെപ്പോലെ മാറുയർത്തി നിൽക്കുകയായിരുന്നു കൊച്ചുണ്ണി. അയാളുടെ നെഞ്ചിപ്പുറവും കട്ടമീശയുമുള്ള മുഖത്ത് തേജസ്സും ദിവാഞ്ചിയെ ആകർഷിക്കാനിടയായി. സുന്ദരനായ അവൻ്റെ ശരീരവും എല്ലാ അവയവങ്ങളും ഭംഗിയും അദ്ദേഹം കൗതുകത്തോടെ നോക്കി നിന്നു. പുഞ്ചിരി കലർന്ന ഗൗരവത്തോടെ അദ്ദേഹം കൊച്ചുണ്ണിയോട് ചോദിച്ചു,
നിന്നെക്കുറിച്ച് നേരത്തെ തന്നെ കേട്ടിരുന്നു. മോഷണവും പിടിച്ചുപറിയും കൊലപാതകവുമായി നാട് വിറപ്പിച്ചപ്പോൾ ഓർക്കണമായിരുന്നു ഒരിക്കൽ കുടുങ്ങിപ്പോകുമെന്ന്. ജനങ്ങളെ ദ്രോഹിച്ചതിനുള്ള ശിക്ഷ ഉടനെ നിനക്ക് ലഭിക്കും. ദ്രോഹിച്ചതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങുവാൻ ഞാൻ തയ്യാറാണ്. അഗതികളെയും അശരണരെയും കണക്കില്ലാതെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. അതിനെന്ത് രക്ഷയാണ് അങ്ങേക്ക് നൽകുവാൻ കഴിയുക? കൊച്ചുണ്ണിയുടെ തൻ്റെ അടുത്തോടെയുള്ള ചോദ്യം ദിവാഞ്ചിയെ ഒരു നിമിഷം നിശബ്ദനാക്കി. പിന്നെ ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് ആംഗ്യം കാട്ടി അദ്ദേഹം പറഞ്ഞു, അതിൻ്റെയൊക്കെ ഫലം നിനക്ക് അങ്ങ് അവിടെ കിട്ടിക്കോളും, സംശയിക്കേണ്ട. ദിവാഞ്ചി പോലീസുകാരോട് കൽപ്പിച്ചു, ഇവനെ ബന്ധവസ്തോടെ 12 അതായത് സെൻട്രൽ ജയിലിൽ അടച്ചു സൂക്ഷിക്കണം. വേണ്ടത്ര കാവൽ ഏർപ്പെടുത്തണം. ദിവാഞ്ചിയുടെ ഉത്തരവ് അതേപടി നടപ്പിലായി. അതിശക്തമായ കാവലുള്ള ജയിലിൽ ഗുരുതര കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ളവർക്കിടയിൽ കൊച്ചുണ്ണിയും ഒരാളായി. സെൻട്രൽ ജയിലിൽ ചാടി രക്ഷപ്പെടുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണെന്ന് കൊച്ചുണ്ണിക്ക് അറിയാമായിരുന്നു. അതിനുള്ള ശ്രമമൊന്നും അയാൾ നടത്തിയതുമില്ല. ദിവാൻജിയുടെ പ്രത്യേക ആജ്ഞപ്രകാരം കൊച്ചുണ്ണിയുടെ പേരിലുള്ള കേസുകളെല്ലാം എത്രയും വേഗം വിചാരണ ചെയ്ത് വിധി കൽപ്പിക്കുവാൻ കോടതി നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. കൊച്ചുണ്ണിയെ പിടികൂടാൻ സഹായിച്ചത് അയാളുടെ സഹായികൾ തന്നെ ആയിരുന്നല്ലോ. തഹസീൽദാർ കുഞ്ഞുപണിക്കാർ അവരുടെ നന്ദി പ്രകാശിപ്പിച്ചു. നിങ്ങളാരും ഇനി പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോകരുത്. മാന്യമായ ജീവിതം നയിക്കുവാൻ തയ്യാറാവണം. നിങ്ങൾ കുറ്റം ആവർത്തിച്ചാൽ നിങ്ങളെയും എനിക്ക് ജയിലിൽ അടയ്ക്കേണ്ടി വരും. യജമാനെ, ഞങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ല. അതിൽ നിന്ന് പിന്മാറിയാൽ വരുമാനമില്ലാതെ ഞങ്ങളെങ്ങനെ കുടുംബം പോറ്റും? കൊച്ചുപിള്ള ചോദിച്ചു. ജീവിക്കാൻ മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ കിട്ടിയാൽ നിങ്ങൾ അങ്ങ് പറയുന്നത് പോലെ തന്നെ ജീവിച്ചുകൊള്ളാം. പരീത വിനയത്തോടെ പറഞ്ഞു. നിങ്ങൾക്കെല്ലാം സർക്കാരിൽ ജോലി ലഭിക്കാൻ ഞാൻ ശുപാർശ ചെയ്യാം. മാന്യമായി ജീവിക്കാനുള്ള വക അങ്ങനെ നിങ്ങൾക്ക് സമ്പാദിക്കാം. നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടായാൽ മതി. കുഞ്ഞുപടിക്കരുടെ വാക്കുകൾ അക്രമികളും തെമ്മാടികളുമായി അവരെ സന്തുഷ്ടരാക്കി. തഹസിൽദാരെ താണു വണങ്ങിയിട്ടാണ് അവർ മടങ്ങിയത്. താമസിയാതെ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം അവർക്ക് സർക്കാരിൽ ജോലി ലഭിക്കുകയും ചെയ്തു. കീരിക്കാട്ട് തകഴിയിൽ കൊച്ചുകുഞ്ഞു പിള്ളയ്ക്ക്, കൃഷ്ണപുരത്തും കൊച്ചുപിള്ളയ്ക്ക് പത്രിയിലും പാർവതരയായി നിയമനം ലഭിച്ചു. ഇടവാ മുതൽപ്പേരുവയിലാണ് ലഭിച്ചത്. മറ്റുള്ളവർക്ക് വേറെ ജോലികൾ തരപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും അവരൊക്കെ പഴയ ലാവണത്തിലേക്ക് തിരിച്ചുപോയതിനാൽ തഹസിൽദാരുടെ സഹായം അവർക്ക് ലഭിച്ചില്ല. കൊച്ചുണ്ണിയെ കൊടുക്കുവാൻ കാട്ടുനിന്ന സന്തത സഹചാരികളായിരുന്ന കോട്ടപ്പുറത്ത് ബാപ്പുക്കുഞ്ഞ്, വലിയ കുളങ്ങര കുഞ്ഞുമരക്കാര്, കോപ്പാറപ്പറമ്പിൽ മമ്മദ്, കടുവാച്ചേരി വാവ, ചാലോലത്ത് നൂറ്റാമാത് തുടങ്ങിയവർ പലവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പോലീസിന്റെ പിടിയിലായി. കോപ്പാറപ്പറമ്പിൽ മമ്മദ് നടത്തിയ കൊലപാതകങ്ങൾക്കും അക്രമങ്ങൾക്കും കണക്കില്ല. മുറയ്ക്ക് നടന്ന വിസ്താരത്തിന് ശേഷം അവരെല്ലാം 14 വർഷം വീതം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ എത്തിച്ചേർന്നു. അവരെ കണ്ട് കൊച്ചുണ്ണി അത്ഭുതപ്പെട്ടു. അർത്ഥവത്തായി പുഞ്ചിരിച്ചുകൊണ്ട് കൊച്ചുണ്ണി പറഞ്ഞു, വരണം ചങ്ങാതിമാരെ, എന്നെ ചതിച്ച് നിങ്ങൾക്കും ഇവിടം തന്നെയാണ് വിധിച്ചിരുന്നതല്ലേ? അത് ഞാൻ അന്നേ പറഞ്ഞിരുന്നതല്ലേ? അന്ന് നിങ്ങൾ എന്നെ ചതിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും ഇവിടെ എത്തുമായിരുന്നില്ല. ഞാൻ ഒപ്പമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളും വരേണ്ടുമായിരുന്നില്ല. നിങ്ങളെ അങ്ങേയറ്റം വിശ്വസിച്ചു പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. കൊച്ചുണ്ണിയുടെ വാക്കുകൾ കേട്ട് കൂട്ടുകാരെല്ലാം തലകുനിച്ച് നിന്നുപോയി. അന്ന് ആദ്യമായി അവർക്ക് പശ്ചാത്താപം തോന്നി. കൊച്ചുണ്ണിയുടെ കേസുകൾ കോടതിയിൽ എത്തുകയും വിസ്താരം ആരംഭിക്കുകയും ചെയ്തു. അയാളെ സെൻട്രൽ ജയിലിലാക്കിയതിൻ്റെ 99-ാം ദിവസം അസുഖബാധിതനായി കൊച്ചുണ്ണി ജയിലിൽ കിടന്ന് മരിച്ചു. അതൊരു കന്നിമാസമായിരുന്നു. 41 വയസ്സായിരുന്നു അന്ന് കൊച്ചുണ്ണിയുടെ പ്രായം. കോടതി ശിക്ഷ വിധിക്കുകയും മുമ്പായി തന്നെ കൊച്ചുണ്ണി മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരുന്നു. കൊച്ചുണ്ണിക്ക് 3 പുത്രന്മാരും 1 പുത്രിയുമാണ് ഉണ്ടായിരുന്നത്. മൂത്ത 2 പുത്രന്മാരും പിതാവിൻ്റെ ദോഷഗുണങ്ങളുള്ളവരായിരുന്നു. അക്രമപ്രവൃത്തികളിൽ മുഴുകിക്കഴിഞ്ഞ 2 പേരും വ്യത്യസ്ത കുറ്റങ്ങൾക്ക് പോലീസിൽ പിടിയിലാവുകയും ശിക്ഷിക്കപ്പെട്ട് തുറകിലടയ്ക്കപ്പെടുകയും ചെയ്തു. മൂത്ത പുത്രൻ പിതാവിനെ പോലെ ജയിലിൽ കിടന്ന് മരിച്ചു. രണ്ടാമൻ കുറേ നാൾ ജയിൽ ശിക്ഷ അനുഭവിച്ചു. പിന്നീട് അവൻ തടവ് ചാടി എങ്ങോട്ടോ ഓടിപ്പോയി. അവനെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും ഇല്ലാതെയായി. അവനെ ആരെങ്കിലും കണ്ടതായും അറിവുണ്ടായില്ല. മൂന്നാമത്തെ പുത്രന് ദുശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓച്ചാറയിൽ കച്ചവടം ചെയ്താണ് അവൻ ഉപജീവനം നയിച്ചിരുന്നത്. കൊച്ചുണ്ണിയുടെ പുത്രിയെ എരുവയിലുള്ള ഒരാൾ വിവാഹം കഴിച്ചുകൊണ്ടുപോയി. അവരും സന്തോഷകരമായ ജീവിതമാണ് നയിച്ചത്. ഇതോടുകൂടി ടോക്സൻസ് അവതരിപ്പിക്കുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന കൊട്ടാരത്തിൽ ശങ്കണ്ണിയുടെ ഈ ഒരു പുസ്തകം ഇവിടെ തീരുകയാണ്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. പുതിയൊരു കഥയുമായി വീണ്ടും വരുന്നതാണ്.